ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ഒരു മത്തിക്കറി നമുക്ക് വെച്ചാലോ. നല്ല ഫ്രഷ് മത്തി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ആവശ്യമായത് ചെറിയുള്ളി ഉണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, കറിവേപ്പില ഉണ്ട് കേട്ടോ. ചെറിയുള്ളി ഇതുപോലെ വട്ടം വട്ടം പോലെ അരിഞ്ഞതാണ്, പിന്നെ കറിവേപ്പില, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പിന്നെ നമ്മുടെ കൊടമ്പുളി നല്ല വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ, ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ചട്ടി നമ്മുടെ അടുപ്പത്തോട്ട് വെച്ച് നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. ഇച്ചിരി സമയം എടുക്കും നമുക്ക് ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരാനായിട്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിങ്ങനെ ഫോൺ ഇങ്ങനെ പിടിച്ച് ചെയ്യുന്നതിൻ്റെയാണ് ഇങ്ങനെ നമ്മുടെ പുക ഇങ്ങനെ അടിക്കുന്നത് കേട്ടോ. അതെന്താ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ ജനൽ തുറന്നിട്ടിട്ടുണ്ട്, അപ്പോൾ കാറ്റും കൂടെ വരുമ്പോഴേക്കും നല്ലപോലെ പുക വരുന്നു. അപ്പോൾ ഞാൻ കടുക് ഇട്ടു, അതിന് ശേഷം കറിവേപ്പില ഇട്ടു. ഞാൻ വർത്തമാനത്തിൻ്റെ ഇടയിൽ അത് വിട്ടുപോയി പറയാൻ. അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഉലുവ ഇട്ട് കൊടുത്തു. അതിന് ശേഷം കടുക് ഇട്ട് കൊടുത്തു, പിന്നീട് കറിവേപ്പില ഇട്ട് കൊടുത്തു, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ വട്ടം അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് ഈ പ്രാവശ്യം കിട്ടിയതില്ലേ ഇച്ചിരി വലിയ ഉള്ളിയാണ് കേട്ടോ. കണ്ടാൽ സബോളയുടെ രൂപം തോന്നും, എന്നാൽ ഉള്ളിയാണ് താനും. അതാണ് കേട്ടോ കിട്ടിയത്. പിന്നെ നമ്മൾ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ കാണിക്കാൻ മറന്നുപോയി. ഒരു തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടേ. പിന്നെ നമ്മൾ 4 പച്ചമുളക്. ഇവിടെ എരിവൊക്കെ അത്യാവശ്യം ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ പച്ചമുളകൊക്കെ കൂടുതൽ എടുത്തിരിക്കുന്നത്. പിന്നെ കണ്ണൻകുട്ടൻ മീൻകറിയൊന്നും അങ്ങനെ വലുതായിട്ട് കഴിച്ചൊന്നും ആയി തുടങ്ങിയിട്ടില്ല, കുഞ്ഞല്ലേ അവൻ. എല്ലാം ഒന്ന് കഴിച്ച് സെറ്റായി വരുന്നതേ ഉള്ളൂ. മീൻകറിയൊന്നും അങ്ങനെ കഴിക്കില്ല കേട്ടോ. അപ്പോൾ ദേ എല്ലാം ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് വാട്ടിക്കൊടുക്കാം. അപ്പോൾ ഈ ആവി പറക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് തീ കൂട്ടി വെച്ചിട്ടാണെന്നൊന്നും വിചാരിക്കല്ലേ. ഞാൻ ജനൽ തുറന്നിട്ടിട്ടുണ്ട്, അപ്പോൾ കാറ്റ് വീശുന്നുണ്ട്. കാറ്റ് കാരണമാണ് ഇങ്ങനെ മൊബൈലിലോട്ട് ആവി ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാൻ ദേ വാട്ടിക്കൊടുക്കുകയാണ്. എല്ലാം നന്നായിട്ടൊന്ന് വാടി വരട്ടെ. വാടി വരുമ്പോഴത്തേക്കും നമുക്കൊരു സൂത്രം ചെയ്യാവേ. ഒരു പാത്രം ഇതുപോലെ എടുക്കാം കേട്ടോ. ഒരു പാത്രം ഇതുപോലെ എടുത്തിട്ട് അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി ഇടുക. ഞാൻ 2 ഈ ഒരു സെർലാക്കിൻ്റെ സ്പൂണാണ് കേട്ടോ. അതിന് ഏകദേശം 2 സ്പൂണും പിന്നെ കുറച്ചുകൂടി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കളറുള്ള മുളക് പൊടിയാണ്. പിന്നെ നമ്മൾ മല്ലിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത് രണ്ടും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ എടുക്കുക കണ്ടോ. അപ്പോൾ ഇതങ്ങോട്ട് മിക്സ് ചെയ്ത് അവിടെ വെച്ചേക്കുക. ഇതുപോലെ ചെയ്യുന്നവരും ഉണ്ട്, ഡയറക്റ്റായിട്ട് നമ്മൾ പൊടി ചേർത്ത് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. ഞാൻ ഇതുപോലെയാണ്, ഇടയ്ക്കൊക്കെ ഇതുപോലെ വെക്കും കേട്ടോ. അപ്പോൾ വേറൊരു രുചി എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ദേ ഇവിടെ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം നന്നായിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ആയിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ നേരത്ത് നമുക്ക് നമ്മുടെ തക്കാളീനെ ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് വാടട്ടെ കേട്ടോ. ചില ആളുകൾ തക്കാളിയുടെ ജ്യൂസൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ച് ജ്യൂസ് മീൻകറിയിൽ ഒഴിച്ചു കൊടുക്കും തക്കാളിയുടെ. അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും, നല്ല കൊഴുപ്പായിരിക്കും. അതിനുശേഷം നമ്മളത് ഉപ്പിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഉപ്പാണ്. ഏകദേശം നമുക്കൊരു കൈക്കണക്കുണ്ടല്ലോ എന്തുമാത്രം ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ കറി വെക്കുന്നതിനനുസരിച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് വാടി വരുമ്പോൾ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും വെള്ളത്തിൽ കലക്കി വെച്ചില്ലേ, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് ഇതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് കൊടമ്പുളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കൊടമ്പുളി ഇട്ട വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ കൂട്ടുകാരെ, എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ കൊടമ്പുളി ഉണ്ടല്ലോ, അത് നമുക്ക് ഇട്ട് കൊടുക്കാവേ. എല്ലാം കൂടെ നന്നായിട്ട് വെട്ടി തിളക്കട്ടെ. ശരിക്കും അങ്ങ് കിടന്ന് തിളയ്ക്കണം. ഉപ്പും പുളിയും എല്ലാം നമ്മുടെ അരിപ്പിൽ അങ്ങോട്ട് ചേർന്ന് പിടിക്കുന്നത് വരെ നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ
ചട്ടിയും കറിയും അങ്ങ് വിട്ടു കൊടുക്കാം കേട്ടോ. എൻ്റെ വാചകടി കേട്ടിട്ട് എല്ലാവർക്കും അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ടായിരിക്കും, അതോ ചിരിയാണോ വരുന്നത്? കുറച്ചൊക്കെ വാചകടി ഉണ്ടെങ്കിലല്ലേ രസം. എനിക്കപ്പം നമ്മുടെ ഫ്രണ്ട്സിനോടും സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ഇതുപോലെ സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ മത്തിച്ചേട്ടനെ എടുത്തിടുകയാണ്. എത്ര പേർക്ക് മത്തി ഇഷ്ടമാണ്? ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു മീനാണ് കേട്ടോ. എത്ര കഴിച്ചാലും മടുക്കത്തുമില്ല അല്ലേ നമ്മുടെ മത്തി. ഇവിടെ നമ്മുടെ കണ്ണൻകുട്ടന് മത്തി വറുത്തത് ഒരുപാട് ഇഷ്ടമാട്ടോ. അപ്പോൾ പൊന്നുകുട്ടിക്കും അതെ, മത്തി വറുത്തുണ്ടെങ്കിൽ നന്നായിട്ട് ചോറ് കഴിക്കേ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മത്തി ആട്ടോ മേടിക്കുന്നത്. ഇവിടെ പൊന്നുകുട്ടിക്ക് മറ്റേ ചൂര അങ്ങനത്തെ വലിയ മീനൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല, ഞണ്ടൊന്നും നമ്മുടെ പൊന്നുകുട്ടിക്ക് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അധികം ഞണ്ടൊന്നും വാങ്ങിക്കത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞണ്ടൊന്നും വെക്കുന്നതിൻ്റെ വീഡിയോസൊന്നും കാണാത്തത്. നമ്മൾ മിക്കവാറും ഈ മത്തിയാണ് ഇവിടെ മെയിൻ ഐറ്റം. മത്തി അയിലയൊക്കെയാണ് കേട്ടോ വാങ്ങിക്കുന്നത്. അപ്പോൾ ദേ മത്തി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കും. നല്ല ഫ്രഷ് മത്തിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല 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 നന്നായിട്ട് തിളങ്ങുന്നല്ലേ, ആ വൈറ്റ് കളറിങ്ങനെ നന്നായിട്ട് തിളങ്ങി കാണാൻ പറ്റുന്നില്ലേ, നല്ല മത്തിയായിരുന്നു. അപ്പം മത്തി എല്ലാം കൂടെ നമുക്ക് ആ കറിയിലോട്ട് ഇട്ട് അതും എല്ലാം കൂടെ നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് വേണമെങ്കിൽ നോക്കാം കേട്ടോ. ഒന്ന് ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആകുമെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റും. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് തിളച്ച് വരുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ കണ്ണൻകുട്ടനുള്ള ഫിഷ് ഫ്രൈ ഞാനവിടെ റെഡിയാക്കുകയാണ്. മത്തി വറുത്തത് ഫിഷ് ഫ്രൈ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് വല്ലാത്തൊരവസ്ഥയായി പോലും. നമുക്ക് മത്തി വറുത്തതെന്ന് പറയാവുന്നേ. നല്ല അടിപൊളി മത്തി വറുത്തതും ചോറും കൂട്ടി അടിപൊളിയല്ലേ. ആലോചിക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നല്ലേ. അങ്ങനെ നമ്മുടെ മത്തിക്കറി ദേ ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റപ്പായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, എല്ലാം കൂടെ നന്നായിട്ട് തെളിഞ്ഞു വന്നു. അപ്പോൾ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസമായി കേട്ടോ. നമ്മൾ പോസ്റ്റ് ചെയ്യാനായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ഇച്ചിരി താമസമായിപ്പോയി. എൻ്റെ അമ്മോ എന്നാ മണമായിരുന്നെന്നോ ആ മത്തിക്കറിയുടെ മത്തി വറുത്ത. നമ്മൾ എത്ര കഴിച്ചാലും മടുക്കത്തില്ല മത്തിക്കറിയും മത്തി വറുത്ത. ഇഷ്ടമില്ലാത്ത കൂട്ടുകാരും കാണും കേട്ടോ. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മത്തിക്കറിയും മത്തി വറുത്തതും. അങ്ങനെ ഞാൻ കുറച്ച് വെളുത്തുള്ളി അച്ചാറും മത്തിക്കറിയും മത്തി വറുത്തതും കൂട്ടി അങ്ങ് ചോറ് കഴിച്ചു. എന്നാ രസമായിരുന്നെന്നോ, അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാ കൂട്ടുകാരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബായ്.